വിശുദ്ധ പാന്തലിയോൺ. ഐതിഹ്യമനുസരിച്ച് ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ കീഴിലുള്ള ഒരു സാധാരണ ചികിത്സകനായിരുന്നു വിശുദ്ധൻ. കൊട്ടാരത്തിലെ വഴിപിഴച്ച ജീവിത രീതിയിൽ ആകൃഷ്ടനായ പാന്തലിയോൺ വിശ്വാസത്തിൽ നിന്നും അകന്നു. എന്നാൽ പാന്തലിയോണിൻ്റെ ഭക്തയായ അമ്മയുടെ മാതൃക ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഹെർമാലാവൂസ് എന്ന പുരോഹിതൻ്റെ ഉപദേശം വിശുദ്ധൻ്റെ ജീവിതത്തെ പാടെ മാറ്റി. അതേ തുടർന്ന് വിശുദ്ധൻ തൻ്റെ സമ്പത്തെല്ലാം പാവങ്ങൾക്ക് വീതിച്ചു കൊടുത്തു. രോഗികളിൽ ഏറ്റവും പീഡിതരും പാവപ്പെട്ടവരുമായവരെ സുഖപ്പെടുത്തുവാനായി തൻ്റെ കഴിവ് മുഴുവൻ ചിലവഴിച്ചു. ജീവിതം മുഴുവൻ അദ്ദേഹം ക്രിസ്തുവിനായി സമർപ്പിച്ചു. ക്രിസ്തുവിലുള്ള വിശുദ്ധൻ്റെ വിശ്വാസനിമിത്തം മാക്സിമിയൻ ചക്രവർത്തി വിശുദ്ധനെ പിടികൂടുവാൻ ഉത്തരവിടുകയും തുടർന്ന് ബന്ധനസ്ഥനാക്കുകയും ചെയ്തു. ചക്രവർത്തി വിശുദ്ധനെ നിരവധി മർദ്ദനമുറകൾക്ക് വിധേയനാക്കി. എന്നാൽ ഈ പീഡനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി യേശു വിശുദ്ധന് നൽകി. അവസാനം മൂർച്ചയേറിയ വാളുകൊണ്ടുള്ള ഒരു വെട്ടിനാൽ വിശുദ്ധൻ തൻ്റെ സഹനങ്ങളിൽ നിന്നും മോചിതനായി. ചികിത്സകരുടെ മധ്യസ്ഥനായിട്ട് വിശുദ്ധ പാന്തലിയോണിനെ പരിഗണിച്ചു വരുന്നു. റോമിലും കോൺസ്റ്റാന്റിനോപ്പിളിലും നിരവധി ദൈവാലയങ്ങൾ വിശുദ്ധനായി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കിഴക്കൻ രാജ്യങ്ങളിൽ ഒരു മഹാനായ രക്തസാക്ഷിയും അത്ഭുത പ്രവർത്തകനുമായിട്ടാണ് വിശുദ്ധൻ അറിയപ്പെടുന്നത്. തെക്കൻ ഇറ്റലിയിൽ വിശുദ്ധൻ്റെ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്നുണ്ട്.